മിക്കപ്പോഴും നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ വരുന്നൊരു കമൻസ് ആണ്, നിങ്ങളുടെ വീഡിയോസ് കണ്ട് നമുക്ക് ഫിൻലൻഡ് ഒരു ഡ്രീം പ്ലേസ് ആയിപ്പോയി, ഭയങ്കര ഇഷ്ടമാണ് അവിടേക്ക് വരാൻ എന്നൊക്കെ ഒരുപാട് കമൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, നമുക്ക് ഡ്രീം പ്ലേസ് ഒക്കെ ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാണ്, എല്ലാവർക്കും ഡ്രീംസ് ഉണ്ടാകണം. പക്ഷെ അത് മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ കുറച്ച് വീഡിയോയിൽ കാണിക്കുന്ന എന്തെങ്കിലും ഭാഗങ്ങൾ കണ്ടിട്ടോ ആവരുത്, ഒരിക്കലും ആവരുത്. ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബെറി പിക്കിങ്ങിൻ്റെ ക്ലൗഡ് ബെറി പിക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇട്ടിരിക്കുന്നു, ഞങ്ങളുടെ ഡ്രീം പ്ലേസ് ആണ്, ഞങ്ങൾക്ക് വരണം കാണണം എന്നൊക്കെ ഒരുപാട് കമൻറ്റ്സ് ഇട്ടിരിക്കുന്നു. അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ്, ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളും വന്നതാണ്, പക്ഷേ 1 ഇയർ ആയിട്ട് ജോബൊന്നും ആയിട്ടില്ല, ഒന്നും സെറ്റായിട്ടില്ല, ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത്. യൂട്യൂബേഴ്സ് അവരുടെ സന്തോഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു, അത് കണ്ടിട്ട് നമ്മൾ നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി അവിടേക്ക് എന്നിട്ട് പെട്ടുപോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണെന്ന്. ശരിക്കും അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിറ്റുപെറുക്കി പോകാനുള്ളതാണോ നമ്മുടെ ലൈഫ് തീരുമാനങ്ങൾ? എനിക്കൊരിക്കലും മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ പറ്റിയിട്ട്. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരിക്കലും ആരോടും പറയുന്നില്ല ഫിൻലൻഡിലേക്ക് വരണമെന്നോ ഇവിടെ സ്വർഗ്ഗമാണെന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് വരരുതെന്നോ ഒന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ ചെറിയ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല ഫിൻലൻഡിലേക്ക് വരണം, ഇത് നല്ല എന്താ പറയുന്നത് സ്വർഗ്ഗമാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ആരും വരരുത്, ഇവിടെ പ്രശ്നമാണ്, അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളും ഇവൻ ആരോടും ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടേക്ക് വന്നത്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തൊരു കാര്യത്തിലും നമ്മൾ തന്നെയാണ് ഉത്തരവാദി, അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളാണ്, ചെയ്യുന്നത് നമ്മളാണ്. അത് മറ്റൊരാളെ ബ്ലെയിം ചെയ്യേണ്ടയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്കുന്ന വീഡിയോസ് കണ്ടിട്ടാണെങ്കിലോ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വരുന്നൊരു കാര്യമാണ്, ഇവിടെ ജോബ് എങ്ങനെ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എങ്ങനെ വരാം, അല്ലെ പഠിക്കുന്നതിനെ പറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ജോബ് വേക്കൻസി അത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ടൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെ അറിയാനൊക്കെ എവിടുത്തെ കാര്യം എങ്ങനെ കറക്റ്റാണ്? പലരും പല ഭാഗത്തും ഏജൻസിക്ക് കൊണ്ട് പൈസ കൊടുക്കുന്നു, എന്നിട്ട് അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കറക്റ്റ് ആണോ എന്നറിയാൻ നമ്മളോട് പറയുന്നത്. നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും അത് കറക്റ്റ് ആണോ എന്ന്? എവിടെ പോയി അന്വേഷിക്കും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് വലിയൊരു രാജ്യം, അവിടെ ഡൽഹിയിലേക്ക് പുറത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരാൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിനുവേണ്ടി പൈസ കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലുള്ള ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അയാൾക്ക് മെസ്സേജ് അയക്കുന്നു, ഈ ഒരു വേക്കൻസി ശരിയാണോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടുപിടിക്കൂ, എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേരളത്തിലുള്ള ആൾ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? ഇത്രയും വലിയൊരു രാജ്യത്ത് എവിടെ പോയി അന്വേഷിക്കാനാണ്? അങ്ങനെ നമുക്ക് നിരന്തരം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാണ് ഇതുപോലെ ഇത്രയും വലിയൊരു രാജ്യത്ത്? നമുക്കങ്ങനെ കോൺടാക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ആരോട് നമ്മൾ അന്വേഷിക്കാനാണ് ആ ജോലി കറക്റ്റാണോ? അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നൂലാമാലകളുമായിട്ട് പോകാൻ അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല നമ്മളുടേത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് കുടുംബം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 പേരാണ് ഞങ്ങൾ. എൻ്റെ ഫാമിലിയിലാണെങ്കിലും വിനോദിൻ്റെ ഫാമിലിയിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും ബാധ്യതകളും എല്ലാമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ആൾക്കാരാണ് ഞങ്ങൾ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് പെടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളൊരു സാഹചര്യം അല്ല നമ്മളുടേത്. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാറുമില്ല. ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് നമുക്ക് വരാറുണ്ട്. പണ്ടൊക്കെ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നവർക്ക് ജോബ് വേക്കൻസി അത് ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് നമ്മൾ കൊടുക്കും, നമുക്കറിയില്ല എന്നെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി. അവരിങ്ങനെ ഫുൾ ടൈം നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കണ്ടുപിടിച്ചതാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തതാ, നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വരാൻ. ശരിക്കും നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇവിടെ ഞാൻ വന്നിട്ട് എൻ്റെ കാര്യങ്ങൾ പോലും എൻ്റെ ഹസ്ബൻഡിന് ചെയ്തു തരാൻ പറ്റത്തില്ല. ഇവിടെ ആർക്കും ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു നാടല്ല ഇത്. സ്വന്തമായിട്ട് നമ്മൾ ലാംഗ്വേജ് പഠിക്കണം, എല്ലാ കാര്യങ്ങളും കണ്ടെത്തണം, എല്ലാത്തിനും പോകണം, കോണ്ടാക്ട്സ് ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയം ചെയ്യണം. ആർക്കും ആരെയും ജോബിന് വേണ്ടിയിട്ടൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ചെയ്തോളണം. അങ്ങനെയാണ്. ഒരു കാര്യത്തിനും ആർക്കും ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമേ അല്ല ഇത്. അതിവിടെ വന്നു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പഠിക്കാൻ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാശുള്ള വീട്ടിലെ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ വരാം. കാശുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാം, ഇവിടെ വന്ന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ സ്ഥലവും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇഷ്ടമുള്ളത്രയും ജീവിച്ച് പഠിച്ചു കഴിയുമ്പോൾ തിരിച്ചു പോകാം. ജോബ് കിട്ടുമെന്നുള്ളത് അതും നമുക്ക് പറയാനൊക്കത്തില്ല. കിട്ടുന്നവർക്ക് കിട്ടും, കിട്ടാത്തവർക്ക് കിട്ടത്തില്ല. ഇതൊന്നും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും, സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഇവിടെ ഈ ഒരു രാജ്യം ഇങ്ങനെയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജ് തന്നെ വേറൊരു ലാംഗ്വേജാണ് ഇവിടുത്തെ. മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള, ഈ നോർഡിക് കൺട്രീസിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ലാംഗ്വേജാണ് ഈ ഫിൻലൻഡിലേത്. അതുപോലെ തന്നെ ആ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുമ്പം ഫിനിഷുകാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാവും, നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുത്തത് കൊണ്ടാണ്. പക്ഷേ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനിഷുകാർ ഒരിക്കലും
ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരല്ല. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര റൂഡായിട്ടുള്ള ആൾക്കാരാണെന്നല്ല അതിൻ്റെ അർത്ഥം. അവർ കുറച്ച് ഷൈ ആയിട്ടുള്ള ഉൾവലിഞ്ഞ ആൾക്കാരാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അവരധികം ഹേവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അവരങ്ങനെ ആരുമായിട്ടും ഇങ്ങനെ ഒരുപാട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരല്ല. ഉൾവലിഞ്ഞ സ്വഭാവമുള്ള, അവരുടെ കമ്മ്യൂണിറ്റി പോലും ആക്റ്റീവ് അല്ലാത്തൊരാൾക്കാരാണ്. ഫിനിഷുകാരായ ഫ്രണ്ട്സിനൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിളൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അവരുടെയും കുഴപ്പമല്ല, ഫിനിഷുകാർ അങ്ങനെയാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വന്നു, ഇവിടേക്ക് വരുമ്പോൾ തന്നെ ജോബ് എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരാനും പിന്നെ നമ്മുടെ ചുറ്റും ഒരു കമ്മ്യൂണിറ്റി, ഫിനിഷ് കമ്മ്യൂണിറ്റി ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും നടക്കുന്നതല്ല. ചിലപ്പോൾ വർഷങ്ങളെടുത്തായിരിക്കും. നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് പോലെ ഇരിക്കും. അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാൾ മാത്രം സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് വരിക. ഇവിടേക്ക് ആരും വരരുതെന്നോ അല്ലെ വരണമെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രാജ്യമല്ല. ഇവിടെ ആര് വന്നാലും പോയാലും നമുക്കൊരു പ്രശ്നവും ഇല്ല. ഇന്നാളൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക്, ചേച്ചി എന്താ ഇതൊന്നും പറഞ്ഞു തരാത്തതെന്ന്, ഞങ്ങളൊക്കെ വരുന്നതിൻ്റെ കുശുമ്പ് കൊണ്ടാണോ എന്ന്. ശരിക്കും നമ്മൾ എന്തിനാണ് കുശുമ്പ് എടുക്കുന്നത്? ആരെങ്കിലും വരുന്നതിനും പോകുന്നതിനും നമ്മൾ എന്തിനാണ് കുശുമ്പ് എടുക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ ചെലവിൽ താമസിക്കാൻ വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും, സമ്മതിക്കത്തില്ല. കാരണം നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് മറ്റൊരാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ട്. അല്ലാതെ ഈ രാജ്യത്തേക്ക് ആര് വന്നാലും പോയാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആര് വന്നാലും അവർ തന്നെ കഷ്ടപ്പെടണം, അവർ തന്നെ ജോബ് കണ്ടെത്തണം, അവർ തന്നെ എല്ലാം ചെയ്യണം. അത് വന്നിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല. അങ്ങനെയും കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആൾക്കാർക്ക് മറുപടി കൊടുക്കാത്തത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുമോ കിട്ടത്തില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ മറുപടി കൊടുക്കാത്തത് ഇതാണ്. കാരണം കിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കുശുമ്പാണ് ഞങ്ങൾ വരുന്നതുകൊണ്ടെന്നാണ്. അങ്ങനെ അങ്ങ് എടുത്തടിച്ച് പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആർക്കും മറുപടി കൊടുക്കാറുമില്ല. കമൻസിനാണെങ്കിൽ കൂടി ഞാൻ അങ്ങനത്തെ മറുപടി ഞാൻ കൊടുക്കാറില്ല. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു കമൻറ്റ് വെളിയിലിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു പോയതാണ്. സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾക്കാർ കല്ലെറിയാൻ വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നതാണ്. പിന്നെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ നെഗറ്റീവ് വശങ്ങൾ കൂടി പറയാൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ശരിക്കും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്താണ് ഇവിടം വരെ എത്തിയത്. അപ്പം അങ്ങനെയുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ വരട്ടെ. ഇപ്പം ഒരാളോട് നമ്മൾ എന്തിനാണ് പറയുന്നത് നിങ്ങൾ വരണ്ട? അപ്പം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ ജീവിച്ചില്ലേ, ഇവിടം വരെ എത്തിയില്ലേ? അപ്പം വരുന്നവർ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവർ ജീവിക്കട്ടെ, അല്ലാത്തവർ തിരിച്ചു പോട്ടെ. അപ്പം വന്നാൽ ഉടനെ പെട്ടെന്നെല്ലാം കയ്യിലേക്ക് കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നിരാശ തന്നെയായിരിക്കും. ഇനി പറഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടണമെന്നില്ല. ഇവിടേക്ക് വരുന്നവർ നല്ലോണം കഷ്ടപ്പെടാൻ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി. വെതർ ആവട്ടെ, പിന്നെ ലാംഗ്വേജ് ആവട്ടെ. ലാംഗ്വേജ് അറിയാതെ ഒരു പണി നടക്കത്തില്ല. ലാംഗ്വേജ് അറിയാമെങ്കിലേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. ഇപ്പൊ ലാംഗ്വേജ് അറിയാമെന്ന് കരുതി ജോലി കിട്ടണമെന്നില്ല. കാരണം ഇവിടെ ഇപ്പം നല്ല തൊഴിൽ ക്ഷാമം നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ കിട്ടണമെന്നുമില്ല. മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനും അല്ലെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും ഒരാളാണ് ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ടിട്ട് ആരും ആരുടെ ലൈഫിൽ ഒരു ഡിസിഷനും എടുക്കാൻ നിൽക്കേണ്ട. ഇവിടെയുള്ള ഒരാളെന്ന നിലയിൽ സത്യസന്ധമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുള്ളവർ വരിക, പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളെല്ലാം ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ഫാമിലി വീഡിയോ ആയിട്ട്, ഇതൊന്നും നമ്മുടെ ടോപ്പിക്കേ അല്ല, അപ്പം നമ്മുടെ ഫാമിലി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.